ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല. അത്രയും തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എല്ലാതും ഒരുവിധമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവുപടി രാവിലെ എണീറ്റെങ്കിലും പാച്ചുവിന് ചെറുതായിട്ടൊരു ഡ്രൈ കഫ് ഇന്നലെ രാത്രിയിൽ ഒരു ചുമയും ഒക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ നമുക്കത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് ഒക്കെ എല്ലാവർക്കും തൊട്ട് വരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് രാവിലെ തന്നെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെയാണ് ഹിൽ ഗാർഡൻസിൽ തോമസ് ആൻ്റണി ഉണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അപ്പം തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം കൊണ്ടുവന്നത് നന്നായി എന്ന് പറഞ്ഞിട്ട് മെഡിസിനൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ്റെ രാവിലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയ കാരണം ഡോക്ടർ ഇപ്പോൾ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ വരണ്ട എങ്കിൽ വരണ്ട എന്ന് തന്നെ പറയും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കുട്ടിയുടെ തോമുവിൻ്റെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ അവിടെയാണ് പോവാറ്. അപ്പോൾ 2 തോമസ് ആൻ്റണി ഉണ്ട്. നമ്മൾ പോണത് ഹിൽ ഗാർഡൻസിൻ്റെ അകത്തുള്ള തോമസ് ആൻ്റണിയാണ് കേട്ടോ. പിന്നെ MMCയിൽ ഇരിക്കുന്നുണ്ട്, നടത്തറയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇവർ കുട്ടികൾക്ക് ഭയങ്കര ആ ഡോക്ടറെ ഒന്ന് കണ്ടു വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ അസുഖം മാറിയെന്ന് പറയും ഞാൻ. അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ പാച്ചു എണീറ്റ് വന്നു. തോമു താഴേക്ക് ഇറങ്ങി വന്നു. ഞാനാണ് ആദ്യമായിട്ടൊന്ന് അടുക്കളയിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ കയറുന്ന ദിവസമാണ് ഫസ്റ്റ്. ഞാൻ ഷൂട്ട് ചെയ്യണ കാരണമാണ് എനിക്കത് പറ്റുന്നത് കേട്ടോ. പിന്നെ കുട്ടികളാകുമ്പോൾ അത് പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ പഴം നുറുക്കാണ് ഉണ്ടാക്കിയത്. കാരണം 3 പഴം, നേന്ത്രപ്പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോയിലൊക്കെ. അവിടെ ഇരിക്കും, വാങ്ങലൊക്കെ വാങ്ങിക്കും, പക്ഷെ തിന്നാൻ ആർക്കും വയ്യ. അപ്പോൾ അതും വാങ്ങി. പിന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ എനിക്കൊക്കെ രാവിലെ മധുരം വല്ലാണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി. അപ്പോൾ ഡിംപിളും ഈ പറയണം പഴം തിന്നില്ല. അങ്ങനെ 2 സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ രാവിലെ വിഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ട പോലെയാവും. അപ്പോൾ അത് വിഷ് ചെയ്ത്, അപ്പോൾ ഞാൻ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കുമ്പോൾ അറിയാണ്ട് ഇതിൽ കയറി വരും. അങ്ങനെ കയറി വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഡൈ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. കാരണം മുടിയൊക്കെ ആകെ നരച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ടീൻസിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ മിൻസിൽ പോയി. അപ്പോൾ ഈ ആഴ്ച പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഡാഡി പറഞ്ഞു ഡാഡി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാച്ചു സെക്കൻഡ് ട്രിപ്പ് പോകാൻ നിൽക്കുക. അപ്പോൾ അവന് അവിടേക്ക് വിട്ടോളാൻ പറഞ്ഞു, ഹീലിയസിലേക്ക് വിട്ടോളാൻ പറഞ്ഞു ഡോക്ടർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവന്. പിന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ കുട്ടികളായിട്ടുള്ള സമ്പർക്കമൊന്നുമില്ല. അവനും ഏതാണോ അവിടെ തെറാപ്പിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അവരായിട്ട് കുറച്ച് നേരം അങ്ങനെയാണ്. അല്ലാണ്ട് വേറെ കുട്ടികളായിട്ടുള്ള ഒരു മിങ്കിളയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിടാം. അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കുള്ളത് മറ്റു കുട്ടികൾക്ക് പകരുന്നത് കൊണ്ടാണ് തോമോനെ ഈ ആഴ്ച പ്ലേ സ്കൂളിലേക്ക് നമ്മൾ വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അപ്പാപ്പനും മമ്മിയും മോനും കൂടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഭയങ്കര ഉഷാറാണ് കേട്ടോ നമ്മുടെ പാച്ചുട്ടൻ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പ് ഡൗൺ, പിന്നെ സ്റ്റാൻഡ് സിറ്റ്, പിന്നെ എന്തൊക്കെയോ പറയും. ഡിവൈൻ്റെ ട്രെയിനിങ്ങാണ് ഫുൾ. ഡിവൈൻ ഇങ്ങനെ ഓരോന്ന് പറയും, അതൊക്കെ അവൻ ഏറ്റു പറയും. അപ്പോൾ ഭയങ്കര പോവാനും ഇഷ്ടമാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പോയ വിശേഷങ്ങൾ എല്ലാ കാര്യങ്ങളും അതെ. അപ്പോൾ കുറേ പേര് വീഡിയോസ് എന്നെ കണ്ടിട്ട് പറഞ്ഞു പാച്ചുവിന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഭയങ്കര മിടുക്കനായി എന്നുള്ളത്. ഭക്ഷണം കഴിക്കില്ല എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും അവൻ മിടുക്കനായിട്ടുണ്ട് കേട്ടോ. എന്നാലിപ്പം മുമ്പത്തെ പോലെയല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്ന് നോക്കാമെന്നായിട്ടുണ്ട്. മുഴുവൻ തിന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഒന്ന് നോക്കാമെന്നായിട്ടുണ്ട്. മറ്റേത് ആ പരിസരത്തേക്ക് നിൽക്കില്ല അവൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തോമുനെയും ചാക്കോച്ചനെയും ഞാൻ പറഞ്ഞു മുകളിൽ കൊണ്ടൊക്കെ. കാരണം തോമു താഴെ വന്നു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങും. മുറ്റത്ത് നല്ല വെയിൽ, അറിയാലോ ഇപ്പോഴത്തെ ചൂട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് അവിടേക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡാഡി അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഡൈ ഇടാന്നു. കാരണം ഞാൻ ഇനി പുറത്ത് പോയി ചെയ്യാമെന്ന് വെച്ചാൽ ഇനി ലേറ്റാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം എത്ര പേരുണ്ടായാലും ഡാഡി എന്നെ ചെയ്തു തരേണ്ടി വരും. കാരണം അതൊക്കെ നമുക്ക് സൗകര്യം കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് ഡൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയിലത്തെ പരിപാടിക്ക് നിന്നു. അപ്പോൾ ഇന്നലെ അറിയാലോ നിങ്ങൾക്ക്, രാത്രിയിലേക്ക് വെച്ച ചോറും കറികളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ സാൻഡ്വിച്ചും കോഫിയും കഴിച്ച് അവസാനിപ്പിച്ചല്ലോ. അപ്പോൾ ഞാൻ ചോറ് വേഗം കുറച്ചെടുത്ത് തിളപ്പിച്ചുറ്റി ബാക്കി പുതിയ ചോറ് വെച്ചു കേട്ടോ. കാരണം ഡോൺ എങ്ങാനും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് തികയാണ്ടിരിക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇൻഡക്ഷനിൽ വെള്ളം ചൂടാക്കിയിട്ടാണ് ഗ്യാസുമ്മ വയ്ക്കുക. അപ്പോൾ അത്രയും ഗ്യാസും നമുക്ക് ലാഭിക്കാമല്ലോ. നമുക്ക് ഇവിടെ ഓൾറെഡി സോളാറുള്ള കാരണം നമ്മളെ സംബന്ധിച്ച് കറണ്ട് കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ ചീരയിലൊരു തുണ്ട് ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചീര ഇന്നലെ ചെയ്ത പോലെ തന്നെ മുട്ടയിട്ട് കുത്തിപ്പൊരിച്ച് ഇന്നലെ ഡോണിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്താ പിന്നെ അവന് വേണ്ടിയിട്ട്
അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡാഡി 12:30 1 മണിയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഡാഡി ഡിമ്പിളിനെയും കൊണ്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് അത് പാക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ദിനചര്യ. അങ്ങനെ അവർ വന്നു. അപ്പോഴേക്കും എൻ്റെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാച്ചുവിന് അപ്പാപ്പൻ വരുമ്പോൾ പഴം വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ വണ്ടിയിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു പഴം തിന്നു എന്ന് പറഞ്ഞു. അതെന്നെ മഹാ അത്ഭുതമാണ് കേട്ടോ. അവനൊന്നും കഴിക്കില്ല. അപ്പോൾ ഒരു പഴം തിന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ അവൻ തുടങ്ങുക ഈ ബഹളം. അപ്പോൾ ഇവൻ്റെ ബഹളം കേട്ടിട്ട് മുകളിൽ ഒരുത്തന്നെ ഇരുന്നിട്ട് ഇരിക്കില്ല കേട്ടോ. തോമുവിന് അതുവരെ പിടിച്ച് നിർത്തിയേക്കായിരുന്നു. അപ്പോൾ ഇത് കണ്ടോട് കൂടിയിട്ട് തോമു താഴേക്ക് ഇറങ്ങി വന്നു. അതോടുകൂടിയിട്ട് വൈനും മോനും ഒക്കെ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കില്ല. അപ്പോൾ ഉള്ള സമയം റെസ്റ്റ് ചെയ്യാനാണ് ഞാൻ തോമുവിനെയും കൊണ്ട് മുകളിലേക്ക് പോയി ഇരുന്നോളാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചാക്കോച്ചനെ കണ്ടിട്ട് 2 ദിവസമായി എന്ന് കുറേ പേരായി പറയുന്നു. ചാക്കോച്ചൻ ഉഷാറൊക്കെ ആയി. ഇതാണ് നമ്മുടെ ചാക്കോച്ചൻ ഇരിക്കുന്നു. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചിരിയാണ്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാട്ടോ മൂപ്പർക്ക്. അങ്ങനെ ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഞാൻ പൊടിച്ച് ഉണക്കാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉണക്കി കൊണ്ടുവന്നതാണ് അത്. അപ്പോൾ ഞാൻ ചായയിലൊക്കെ ഇടുമ്പോൾ കുറച്ച് ഇഞ്ചി ഇതിൽ നിന്ന് എടുത്തിടും. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഉച്ചയ്ക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ്. ചൂട് കാരണം ഒന്ന് പുറത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചൂട് കാരണം മടിയായി. ഞാൻ ഡാഡിയോട് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഡാഡി പോയി വരണോടുകൂടി പച്ചക്കറികളും അതോടുകൂടി കുട്ടികൾക്ക് തിന്നാനുള്ളതും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും ഡാഡിയും കൂടിയിട്ട് ഇതിൻ്റെ ആവശ്യത്തിന് ഇരിക്കുക. അപ്പോൾ ഡാഡിക്ക് മാച്ചുള്ള കാരണം ഡാഡി അങ്ങോട്ട് ഇരുന്നു. ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് അവിടെ ഡൈനിങ് ടേബിളാണ് എൻ്റെ സ്ഥലം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കുന്നതും കാണാം. അപ്പോൾ ഡാഡിക്കും അതെ പിന്നെ എനിക്ക് ഇങ്ങോട്ട് കാണാം. ഇവർ കിച്ചണിൽ സ്വസ്ഥമായിട്ട് നാത്തൂനും അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വലിച്ചു വാരിയിടൽ ഇവരുടേതായ കളികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഇവിടെ വെള്ളം പോയിട്ട് തുടയ്ക്കാൻ വന്നതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പൊന്നോ. അങ്ങനെ ചോറും ഞങ്ങൾ ചോറുണ്ണാനായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യം പ്ലേറ്റ് വരും, പിന്നെ വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്ന് പിന്നെ ഒരു കൂട്ടം വരും. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരം പതിവാണത്. അപ്പോൾ നാളേക്കുള്ള മത്തങ്ങയും പയറും വെച്ചു. ബീട്രൂട്ട് കിച്ചടിയാന്ന് തോന്നുന്നുണ്ട്. ഡിവൈൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ ഇത് ഉണ്ടാക്കണ നേരത്താണ് ഞാൻ അപ്പുറത്ത് പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്ന് പാക്ക് ചെയ്യാനുള്ളത് വയ്ക്കുക. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഈ ക്രിസ്റ്റലിൻ്റെ മാലകളിട്ട കാരണം കണ്ടമാനം പേര് അത് എൻക്വയറി അല്ല വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ തന്നെ പാദസരമുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, മാല 6 പിടി 8 പിടി 10 പിടി ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 ലെയറിൻ്റെ പേളിൻ്റെ മാല, നേരിയ പേളിൻ്റെ മാലയാണ് ഇതൊക്കെ ഇപ്പോൾ ഓർഡർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാറുണ്ടല്ലോ ഓർഡർ വന്നിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളെ കാണിക്കാറ്. ഇത് സൂഫിയുടെ തന്നെ നീണ്ട പാറ്റേണിൽ 6 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. പച്ച, ചുവപ്പ്, നീല, പിന്നെ ഈ 3 ഷെയ്ഡ്. ഇത് മിൽക്കി വൈറ്റും പിന്നെ ട്രാൻസ്പാരൻറ്റും പിന്നെ ഒരു പീച്ച് കളറും, അതായത് പേസ്റ്റൽ കളേഴ്സ്. അങ്ങനെ ഇത് 6 ഇപ്പോൾ ഈ 3 കളറാണ് ഇപ്പോൾ നമുക്ക് നാളെ കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് ആ 3 കളർ കാണിച്ചത്. പിന്നെ ഈ പാറ്റേണാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവം. ശരിക്കും ഒരു കൊല്ലമായി ഇത് ഇറങ്ങിയിട്ടെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോകുന്ന സംഭവമാണ്. ഏറ്റവും ഭംഗിയുമാണ്, വെറൈറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ നമ്മുടെ ചിത്രയുടെ കഴുത്തിൽ കണ്ടു ഇത് കേട്ടോ. അപ്പോൾ കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് ഞാൻ തരം തിരിച്ച് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ച് കഴിഞ്ഞ് വരുന്നോട് കൂടിയിട്ട് ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുമ്പോൾ അതിലേക്ക് ആക്കി പാക്ക് ചെയ്ത് നാളെ അത് കൊറിയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മളുടെ റൂട്ടീൻ കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നേരിയ മാലയാണ്, 2 ലെയറാണത്. വളരെ നേരിയത, വളരെ തീരെ വെയിറ്റും ഇല്ല, കാണാൻ നല്ല ഭംഗിയാണ്. ടീനേജ് കുട്ടികൾക്ക് പറ്റിയ മാല കേട്ടോ. അതുപോലെ പേളിൻ്റെ ലക്ഷ്മിയുടെ വള ഭയങ്കര ഡിമാൻഡുള്ള വളയാട്ടോ. അപ്പം എൻ്റെ ഇതൊക്കെ ഫോട്ടോ എടുത്ത് കാര്യങ്ങൾ ചെയ്യണ സമയം കൊണ്ട് ഇവിടെ ഇവർ കറികൾ. അപ്പോൾ രാത്രിയിലേക്ക് ഇന്ന് ചപ്പാത്തിയും പനീർ കറിയായിരുന്നു. പനീർന്ന് എന്തോ ഒരു പനീർ പറഞ്ഞു ഡിമ്പിൾ കേട്ടോ, എനിക്ക് പേര് ഓർമ്മയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ ഭക്ഷണം കഴിഞ്ഞോടുകൂടിയിട്ട് വെള്ളം കൊണ്ടുള്ള കളിയായി. അപ്പോൾ വെള്ളം ഒഴിക്കൽ. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു നിങ്ങളെന്നെ തുടച്ചോന്ന് പറഞ്ഞ് തുണിയിട്ട് കൊടുത്തപ്പോൾ
അവർ കാലുകൊണ്ട് തുടയ്ക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം പോകുമ്പോൾ കാലുകൊണ്ട് തുടയ്ക്കുന്നുണ്ട്. എനിക്ക് കുമ്പിടാൻ പറ്റാത്ത കാരണം ഞാൻ കാലുകൊണ്ട് തുടയ്ക്കുക. അപ്പോൾ അത് കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് തോമും പാച്ചും കാലുകൊണ്ട് വെള്ളം തുടയ്ക്കാം. പക്ഷെ അതൊന്നും ക്ലീൻ ആവില്ലല്ലോ. അപ്പോൾ ഇവർ തുടച്ച കൊടുത്ത് വീണ്ടും കയ്യിൽ നിന്ന് കുപ്പി പോയി, സിപ്പർ പോയിട്ട്, പിന്നെ ഇത് എപ്പോൾ പോയപ്പോൾ ഒന്നും അറിയാത്ത പോലെ അവൻ അതെടുത്തിട്ട് കളിക്കണം. നല്ല രസമായിട്ട് ഇവരുടെ കളികൾ കാണാനായിട്ട്. മറ്റാളിതേ അതിൽ ബാക്കി വന്ന വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കും ഇവരുടെ കളിയും വർത്താനും. അതാ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുൾ ടൈം കുട്ടികളുടെ കൂടെ ആയിരുന്നു എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 8 മണി തൊട്ട് ഒരു 10:45 വരെയുള്ള അംഗമാണ് കേട്ടോ ഈ കുട്ടികളുടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കും. കാര്യം ഇപ്പോൾ ഇവരുടെ വർത്താനം എന്ന് പറഞ്ഞാൽ നല്ല രസം. തോമും എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഓരോന്ന് നിർത്തി പറയും. മറ്റാളെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കേട്ടിട്ട് എന്തൊക്കെയോ അതിനോട് ചേർത്ത് പറയും. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൗതുകത്തിൽ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം കളഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിമ്പിൾ തുടച്ചെടുക്കുകയാണ്. സാധാരണ ഡിവൈനാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. ഇതിപ്പോൾ ഡിമ്പിളിൻ്റെ ഊഴായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കളിയും ചിരിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു നാളെ തൊട്ട് വീട് ഉറങ്ങി കിടക്കും. സംഭവം 2-3 ദിവസത്തൊക്കെയാണ് പോണതെങ്കിലും ആ ഒരു ദിവസം ഒരനക്കം ഉണ്ടാവില്ല. അപ്പോൾ പാച്ചുദേ ഫോണിൽ അമ്മാമ്മേനെ എടുത്ത് അപ്പാപ്പൻ്റെ അമ്മാമ്മേനെയും കാണിച്ചു തരാം. അത് കഴിഞ്ഞതേ ഡിവൈൻ്റെ മേൽ കളിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തോമുവിന് ഭയങ്കര വിഷമം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മളുടെ കുട്ടികളെ കാണുമ്പോൾ ഇത് ആരുടെയാണെന്നറിയില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിലായിരുന്നു. എൻ്റെ അല്ല ഡോണിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ഡിമ്പിൾ തോമുവിന് എടുക്കണ പോലെയാണ് അക്കി ഡോണിന് എടുക്കുക. എൻ്റെ കയ്യിലാണ് എപ്പോഴും ഡയോൺ ഉണ്ടാവുക. അപ്പോൾ കാഴ്ചയിലും അങ്ങനെ ആയ കാരണം എല്ലാവരും അക്കീരെ മോൻ ഡോണെന്നും എൻ്റെ മോൻ ഡയോണെന്നും പറയും. അപ്പോൾ ഇവരിങ്ങനെ കളിക്കണ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഡോണിൻ്റെയും ഡയോണിൻ്റെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരിക. അപ്പോൾ ഞാൻ ഇവരോട് എപ്പോഴും പറയും നിങ്ങളും വലുതാകുമ്പോൾ ചിലപ്പോൾ ഒരേ ചായ ഒരേപോലെയോ. കാരണം ഇപ്പോൾ ഡോണിൻ്റെയും ഡയോണിൻ്റെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെയാണ്. എന്താ ചെറുപ്പത്തിലത്തെ ഒരു ചായയില്ല. 2 പേരും ഇതുപോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 പേരെയും കണ്ടാൽ ചേട്ടനായി ഒരേ ചായയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും അത് ഞാൻ നിങ്ങളോട് തന്നെ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്നും പറഞ്ഞ് പഠിക്കുന്ന സംഭവങ്ങളല്ല. നമുക്ക് മനസ്സിൽ തോന്നുന്നത് നമ്മളിങ്ങനെ പറയണതല്ല. അപ്പോൾ ഇവരുടെ ഇങ്ങനെ കളി കാണുമ്പോൾ നമുക്ക് അതാണ് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടിക്കുറുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോമുതേ ഒരു വശത്ത് സൈഡായി ഇവിടെ പാച്ചുവിനെ ഡിവൈൻ വഴക്ക് പറയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാനായിട്ട്. പാച്ചുവിന് ഒരു കൂസലും ഇല്ല. പാച്ചു അങ്ങനെ കരയൊന്നുമില്ല കേട്ടോ. തോമുവിന് ഭയങ്കര പേടിയാണ്. തോമു ഇത് കണ്ടപ്പോൾ അപ്പയുടെ മേത്ത് പോയി ചായും ഡിവൈൻ ബഹളം വെച്ചാൽ. പാച്ചുവിന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ആകെ വലിച്ചു വരിയിട്ടിട്ടാ കുട്ടികളുള്ള സ്ഥലമല്ലേ. പിന്നെ ഇവിടെ ആയിരുന്നല്ലോ ഇവരുടെ കളി മുഴുവൻ. എന്നാലിപ്പോൾ ജനലേമ കയറുന്നില്ല കേട്ടോ. മറ്റേത് ജനലയുടെ മുകളിൽ നിന്ന് ചാടലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അതില്ല. കുട്ടികൾ വലുതാവല്ലേ. ഇപ്പോൾ അവർക്കറിയാം എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ ഉണ്ടാകുന്ന ഒരു പരിധി വരെയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാ സ്ഥാനങ്ങളും തെറ്റിക്കെടുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഒതുക്കി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഇവരുടെ ഇറച്ചി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 6 പാത്രവും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ പാലും പെഡിഗ്രി വെച്ച് കൊടുത്തപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇടയിൽ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞതേ നമ്മുടെ പാച്ചുവിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ വാഷ് ചെയ്ത് ഒന്നും കൂടി ഒക്കെ റെഡിയാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ ഉണ്ണികളുടെ ഡ്രസ്സ് പുറത്തിടരുത്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പ്രസവിച്ച് കിടക്കുമ്പോഴേക്കും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അത് പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ പക്ഷികൾ പറന്ന് പോകുമ്പോൾ അതിൻ്റെ കാഷ്ടം ഉണ്ണികൾക്ക് വീഴരുതെന്ന. അപ്പോൾ ഡ്രസ്സ് അടിച്ച കാരണം അതിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ചാക്കോച്ചൻ്റെ ഇടാറില്ല. ഇവരുടെ 2 പേരുടെയും ചില സമയത്ത് നമ്മൾ വൈകുന്നേരം വാഷ് ചെയ്തിട്ടാണെങ്കിൽ പിറ്റേ ദിവസവും ചിലപ്പോൾ എടുക്കുക. സൗകര്യാർത്ഥം നമ്മൾ ചെയ്യും. അതാണ് കേട്ടോ. ആ മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറയാത്. അങ്ങനെ ഒരേ ഭാഗം ക്ലിയർ ചെയ്ത്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കും അതെ രാത്രി അതെ അതിങ്ങനെ ക്ലിയർ ചെയ്ത് കിടന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ അങ്ങനെയാണ്. ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ഡിവൈനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഡിമ്പിളും അങ്ങനെ തന്നെയാണ്. ഡിമ്പിളും ഞാനും പിന്നെ ഇവിടെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഡിവൈനും അതെ ഇപ്പോൾ ഉച്ചലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ക്ലീൻ ചെയ്ത് പോവും. വൈകുന്നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ പാച്ചൂട്ടനെ കിടക്കാൻ വിളിച്ചപ്പോൾ പാച്ചൂട്ടൻ ഓടി പോയിട്ട് അപ്പാപ്പൻ്റെ അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ അപ്പാപ്പനും അതെ അപ്പാപ്പനെ വെച്ചാൽ നാളെ പോവല്ലേ. സംഭവം 2 ദിവസത്തൊക്കെ ആയാലും എന്തോ ഒരു ഇപ്പം പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമാണ് നമുക്ക്. അപ്പോൾ ഒരു കുട്ടി ഇതുപോലെ എന്നോട് എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും കമൻ്റ് ഇടും കുട്ടിയെ
അപ്പൻ്റെ കൂടെ വിട്ടൂടെ, അപ്പൻ അങ്ങനെയല്ല, അപ്പൻ ഇങ്ങനെയല്ലേന്ന്. ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ പറയണതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഒരു തുറന്ന പുസ്തകം പോലെ ഞങ്ങളുടെ ഈ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ എന്നിട്ടും ഇതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വേറെ എന്തൊക്കെയോ എന്ന് എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ എനിക്കൊന്നും ആ കുട്ടിയോട് പറയാനില്ല. അപ്പോൾ എന്നും ഇത് തന്നെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുക ഒരു മടുപ്പ് തോന്നണില്ലേ. ഞാനൊന്നിനും മറുപടി കൊടുക്കാറില്ല. ഞാൻ മാക്സിമം ആ കമൻറ്റ് റിമൂവ് ചെയ്യുക പതിവ്. കാരണം ഇത് തന്നെ ഒരു പണിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും അങ്ങനെ ചോദിക്കുന്ന ആ ചോദ്യങ്ങളോട്. അവരോടൊന്നും തോന്നില്ല, പക്ഷേ നമുക്കത് കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമം. കാരണം ഇത്രയും കാര്യങ്ങൾ തുറന്ന് കാണിച്ചിട്ടും പിന്നെയും ഈ വേണ്ടാത്ത ഓരോന്ന് ചോദിക്കുമ്പോൾ അതൊരു തരം അസുഖമായിട്ട് ഞാൻ വിചാരിച്ചേക്കണ ഒരവസ്ഥ, അത്രയേ ഉള്ളൂ. അങ്ങനെ പാച്ചൂട്ടനെ അമ്മ പിടിക്കുക. ആ പാച്ചൂട്ടൻ കളിക്കാനായിട്ട് വീണ്ടും പോവുകയാണ് അപ്പാപ്പൻ്റെ അടുത്തേക്ക് കേട്ടോ. പിന്നെ കുറച്ചധികം നേരം അവിടെ അപ്പാപ്പൻ്റെയും ഞാനും കുറച്ച് നേരം അവരുടെ കൂടി കുറേ കലപില വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ അവിടെ നിന്ന് പൊന്നിനോട് പറഞ്ഞു കിടാവിനെ എടുത്ത് കൊണ്ട് പോക്കോ. കാരണം ഇന്ന് ഓൾറെഡി കുറേ ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ 10:45 ഫുഡ് കഴിച്ചിട്ട് പിന്നെയും എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ വട്ടിട്ടിരുന്ന് ഇവരുടെ കളിയും ചിരിയും ബഹളവും ഒക്കെ കേട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും കിടക്കാൻ പോയത്. അപ്പം തന്നെ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ മണി 12 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ഭാഗവും ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷമാണ് ഞാൻ കിടന്ന് ഉറങ്ങുക. അപ്പോൾ എല്ലാതും ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് കുരിശ് വരച്ച് കെടുക്കേ വേണ്ടു. അപ്പോൾ അങ്ങനെ ഇന്ന് ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമായിരുന്നു. ശരിക്കും പാച്ചു ചുമച്ചപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം നാളെ ആൻസണി ഇപ്പോൾ ഓൾറെഡി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പം നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അവനെ കൊണ്ടുവന്നാക്കാനായിട്ട്. അപ്പോൾ കൊണ്ടാക്കുമ്പോഴേക്കും ഒന്നും വരത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഇതുവരെ അവന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും പൊന്നും പാച്ചും പോവും. വൈകിട്ട് പോവുള്ളൂ. കാരണം നാളെ ഡോക്ടറെ അടുത്ത് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ബാക്കി. എന്നിട്ട് പോവുള്ളൂ. പോയി 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. കാരണം അവൻ്റെ ക്ലാസ് ഇനി ഇടയിൽ നമ്മൾ നിർത്തരുത്, അങ്ങനെയാണ് അതിൻ്റെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.